എത്താം. ഇപ്പോൾ റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമുക്കൊപ്പം ശ്രീ എ.പി. അനിൽകുമാർ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. പൊതുവിൽ ഈ മഴ വലിയ ദുരിതമുണ്ടാക്കിയിട്ടുണ്ട് നാടെങ്ങും. ഈ ഘട്ടത്തിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ അവസ്ഥയോട്? ഇന്നത്തെ ഒരു സാഹചര്യം അല്പാശ്വാസകരമാണ്. വടക്കൻ ജില്ലകളിൽ മലപ്പുറം ഒഴികെ മറ്റ് ജില്ലകളിലൊന്നും ശക്തമായ മഴ രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ തൃശ്ശൂരും പാലക്കാടും അത്ര ശക്തമല്ല മഴയുടെ കാര്യത്തിൽ. തൃശ്ശൂർ അല്പം മഴ ഉണ്ടെങ്കിൽ ശക്തമായ മഴയില്ല. എറണാകുളത്താണ് പിന്നീട് അല്പം മഴ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൊല്ലത്തും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ശക്തമായ മഴയില്ല, മഴയുടെ വളരെ കുറവാണ്. അതും ഏറെ ആശ്വാസകരമാണ്. നമുക്ക് പത്തനംതിട്ടയിലും അതുപോലെ കോട്ടയത്തും ഇടുക്കിയിലുമാണ് പ്രയാസങ്ങൾ ഉണ്ടായത്. കോട്ടയത്തും ഇടുക്കിയിലും കാര്യങ്ങളൊക്കെ കുറെ കൂടി നിയന്ത്രണ വിധേയമാണ്. മഴയുടെ തോത് വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നല്ല മഴ ഇന്നലെ പെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം പമ്പയിൽ ഉൾപ്പെടെ വെള്ളം നിറയുന്ന സാഹചര്യമുണ്ട്. അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രയാസകരമായ മുമ്പുണ്ടായ അതേ സാഹചര്യത്തിലേക്ക് പോകാൻ ഇടയുണ്ട്. പക്ഷെ അത്രത്തോളം പറയാറായിട്ടില്ല. യഥാർത്ഥത്തിൽ ആശങ്ക അല്പം കാര്യങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുള്ളത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ്. എല്ലായിടത്തും ഏതാണ്ട് നിയന്ത്രണ വിധേയമാണ്. മഴയുടെ ശമനം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ സംഭവിച്ച എല്ലായിടത്തും മുൻകരുതലിന്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ക്യാമ്പുകളിലേക്ക് മറ്റും മാറ്റിയിട്ടുണ്ട്. യാത്രാ നിയന്ത്രണങ്ങൾ പല ഭാഗത്തും തുടരുന്നുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലപ്പുറത്ത് ചെറിയ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും അവിടെ ആളഭയമോ മറ്റു കാര്യങ്ങളോ ഇല്ല. അപ്പോൾ പൊതുവെ ഇനിയുള്ള സമയം മഴ കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴുണ്ടായ ഇതിൽ നിന്ന് കരകയറാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ കഴിയും. ശരി.